If atropine retinoscopy is done at an 45 axis is neutralized at +1 dioptric sphere and 135 is neutralized at +2 dioptric sphere with working correction 2/3 meter, calculate the power. വെറ്റ് റെറ്റിനോസ്കോപ്പി അല്ലെങ്കിൽ സൈക്ലോപീജിക് റിഫ്രാക്ഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സൈക്ലോപീജിക് ഡ്രഗ് എന്ന് പറയുന്നത് അട്രോപ്പിൻ ആണ്. അതിൻ്റെ ടോളറൻസ് അലവൻസ് എന്ന് പറയുന്നത് 1 ഡയോപ്റ്റർ ആണ്. 45 ഡിഗ്രി ആക്സിസിനെ ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നത് +1 ഡയോപ്ട്രിക് സ്ഫിയർ യൂസ് ചെയ്തിട്ടും 135 ഡിഗ്രി ആക്സിസ് ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നത് +2 ഡയോപ്ട്രിക് സ്ഫിയർ യൂസ് ചെയ്തിട്ടുമാണ്. ഇവിടെ വരുന്ന വർക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/3 മീറ്റർ ആണ്. 2/3 മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാനായിട്ട് 100 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 66.67 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ ഒരു സെൻറ്റിമീറ്ററിനെ വീണ്ടും മീറ്ററിലേക്ക് ആക്കാനായിട്ട് നമ്മൾ 100 വെച്ചിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.6667 ആയിരിക്കും. ആ ഒരു വാല്യൂവിനെ നമ്മൾ 1 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ഡിസ്റ്റൻസിൻ്റെ പവർ കിട്ടും 1.50 ഡയോപ്റ്റർ ആണ് നമുക്ക് വരുന്ന വർക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് കിട്ടിയിട്ടുള്ള പവറിൽ നിന്നും വർക്കിംഗ് ഡിസ്റ്റൻസിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. ഇവിടെ അട്രോപ്പിൻ്റെ ടോണസ് അലവൻസും ആൻഡ് നമ്മുടെ വർക്കിംഗ് ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്തിട്ടുള്ള പവറിനെയാണ് നമ്മളിവിടെ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. സോ 1.50 + 1 നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക 2.50 ആയിരിക്കും. അപ്പോൾ നമ്മൾ 2.50 നമുക്ക് കിട്ടിയ ഓരോ പവറിൽ നിന്നും നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. സോ +2 നിന്നും 2.50 നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക -0.50യും +1 നിന്നും 2.50 സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക -1.50 ഡയോപ്ട്രിക് സ്ഫിയറും ആയിരിക്കും. നമ്മുടെ ഫൈനൽ പ്രിസ്ക്രിപ്ഷനിലെ സ്ഫിയർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള പവറിൽ ഏറ്റവും ചെറിയ പവറിനെയാണ് നമ്മൾ സ്ഫിയർ ആക്കി എടുക്കുന്നത്. ദാറ്റ് ഈസ് -0.50 ഡയോപ്ട്രിക് സ്ഫിയർ. സിലിണ്ടർ പവർ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് 2 പവേഴ്സിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക -1 ഡയോപ്ട്രിക് സിലിണ്ടർ ആയിരിക്കും. ആൻഡ് നമ്മളുടെ സിലിണ്ടറിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ഫിയർ നമ്മളെടുത്ത സ്ഫിയർ പവറിൻ്റെ ആക്സിസ് ആയിരിക്കും. ദാറ്റ് ഈസ് 135 ഡിഗ്രി. സോ ദ ഫൈനൽ പ്രിസ്ക്രിപ്ഷൻ വിൽ ബി -0.50 ഡയോപ്ട്രിക് സ്ഫിയർ -1 ഡയോപ്ട്രിക് സിലിണ്ടർ അറ്റ് 135 ഡിഗ്രി. നമുക്ക് കിട്ടിയ ഫൈനൽ പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫൈനൽ പവറിനെ നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിൾ ട്രാൻസ്പോസിഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക -1.50 ഡയോപ്ട്രിക് സ്ഫിയർ +1 ഡയോപ്ട്രിക് സിലിണ്ടർ അറ്റ് 45 ഡിഗ്രി. നമുക്കിവിടെ 45 ഡിഗ്രി ആക്സിസിലുള്ള പവർ എന്ന് പറയുന്നത് 1.50 ആണ്. ആൻഡ് നമുക്ക് സിമ്പിൾ ട്രാൻസ്പോസിഷൻ ചെയ്ത് കിട്ടിയതും 45 ഡിഗ്രിയിൽ -1.50 പവറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദ പവർ ഈസ് കറക്റ്റ്.